കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംഭവത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാഴാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് 50 മീറ്റർ അകലെയായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ആശുപത്രി ഗേറ്റിനു മുന്നിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. തുടർന്ന് സമരക്കാരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തുതള്ളുമുണ്ടായി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനായി പോലീസ് ലാത്തി വീശിയതോടെ പ്രതിഷേധം രൂക്ഷമായി. ഇതിനിടയിൽ പ്രവർത്തകർക്കും ചില പോലീസുകാർക്കും നിസ്സാരമായ പരിക്കേറ്റു. പിന്നീട് കൂടുതൽ പോലീസ് സേനയെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പ്രധാന ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ തുടർച്ചയായി ഉയരുന്ന ചികിത്സാ അനാസ്ഥകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു മൈനർ സർജറിയിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഡോക്ടർ അറിയിച്ചത്. അതുപ്രകാരം വളരെ നേരത്തെ തന്നെ ഇവിടെ കാണിച്ച് അതിന്റെ തുടർച്ചയായി അനുവദിക്കപ്പെട്ട തീയതിയിൽ ഇന്നലെയാണ് ബുധനാഴ്ചയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ തലേന്നാളാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കിടന്നു വരുന്നത്. നല്ല ആരോഗ്യത്തോടെ ഈ ആശുപത്രിയിലേക്ക് വന്ന ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്യുന്നതിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ കുഞ്ഞിന്റെ ഉമ്മയോട് ആ കുഞ്ഞു പറഞ്ഞ കാര്യം നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ഉപ്പ ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു എന്റെ പൊന്നുമോൻ ആശുപത്രിയിലേക്ക് സർജറിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് അവന്റെ ഉമ്മയോട് പറഞ്ഞു ഞാൻ സർജറി ചെയ്യുമ്പോഴും ഉമ്മ അത് നോക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് കുഞ്ഞു പറഞ്ഞത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞ്, മറ്റൊരു തരത്തിലും പ്രയാസമില്ലാതിരുന്ന ഒരു കുഞ്ഞ്, ഒരു മൈനർ സർജറിയിലൂടെ പരിഹരിക്കപ്പെടേണ്ടുന്ന ഏറ്റവും ചെറിയൊരു പ്രശ്നത്തെ നിങ്ങൾ നോക്കുക, കുഞ്ഞിനെ സർജറിക്ക് വേണ്ടി ഇന്നലെ കയറ്റി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പുറത്തേക്ക് കൊണ്ടുവരാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വേവലാതിയോടെ ആ രക്ഷിതാക്കൾ തന്റെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് പുറത്തു വന്ന ഡോക്ടർ പറയുന്നത്, വിറയലോടെയാണ് ഡോക്ടറുടെ പ്രതികരണം, ഇതാ കുഞ്ഞ് മരണപ്പെട്ടു പോയി. ബേഡകം തലേക്കുന്നിലെ അഷ്റഫ് സഖാഫി ബുഷ്ര ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഇയാസ് എന്ന 9-കാരനാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മരണപ്പെട്ടത്. പൊക്കിൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇയാസിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ കുട്ടി ഉച്ചയ്ക്ക് 12 മണിയോടെ മരണപ്പെടുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയസ്തംഭനം ഉണ്ടായതായാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.